ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ? കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു പഴമാണ്. മക്കോട്ട ദേവ എന്നാണ് ഈ പഴത്തിൻ്റെ പേര്. കാണുമ്പോൾ നല്ല എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്, ആപ്പിളൊക്കെ പോലെ പറിച്ച് തിന്നാൻ തോന്നും. പക്ഷേ ഇങ്ങനെ അത് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും പറിച്ച് തിന്നാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പം ഇത് ഒരുപാട് മെഡിസിനൽ പർപ്പസ് ഉള്ളൊരു മരമാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇത് ഒരുപാട് വലുതായിട്ടില്ല, ഒരു എൻ്റെ പകുതി പൊക്കെയുള്ള മരത്തിന്. പക്ഷേ അതിൽ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇത് കുറേ പഴങ്ങൾ നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ. ഇതിൻ്റെ മരം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ, നമ്മുടെ വീട്ടിലത് പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാകൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് അമ്മക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒരു കായ എടുത്തിട്ട് നമുക്കത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ കുരു നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ തൊലി നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ അരിയുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ആദ്യം ഈ കുരു മൊത്തം ആദ്യം രണ്ടായിട്ട് മുറിക്കുക. അതിനുശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ചീളുകളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഒരു വലിയ കെട്ട് നിറച്ച് ഈ കാ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വല്യമ്മ. അപ്പം നമുക്കത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം ആദ്യം. എന്നിട്ട് അടുത്ത ഘട്ടം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്കില്ലേ, ഷുഗറിൻ്റെ അളവ് നമ്മൾക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഈ പഴം ഒരിക്കലും നിങ്ങൾ കഴിക്കരുത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് പോലെ തന്നെ വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരുപാടുണ്ടായിരുന്നത് കുറേ സമയം ഇരുന്നാണ് ഞാനത് അരിഞ്ഞെടുത്തത്. ഇത് വെള്ളത്തിൽ ഇട്ട് കഴുകി അരിയുമ്പോൾ നമുക്കിങ്ങനെ സ്ലിപ്പാവും, ഒരു തിന്നൽ പോലെ ഉണ്ടാവും. പതിയെയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പം നമുക്ക് ഷുഗറിനും അതുപോലെ തന്നെ ശരീരം വേദന, മുട്ടുവേദന, ഫാറ്റ് ലിവർ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ ഒരുപാട് ഗുണമുള്ള സാധനമാണ് കേട്ടോ. ഞാനിപ്പം കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം തിളപ്പിച്ചാണ് കുടിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഇത് മൊത്തം അരിഞ്ഞെടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ കായ ഇപ്പം പറിച്ച് തുടങ്ങുന്നതല്ല. ആദ്യം ആ ഫോട്ടോയിൽ കാണുന്ന ഒരു കുഞ്ഞ് ഗ്രീൻ കളറിലാണ് ഈ കാ വരുന്നത്. പിന്നെ അത് വലുതായി വരുമ്പോൾ അത് വിളഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ഒരു ബ്രൗൺ നിറത്തിലോട്ട് മാറുക. അത് കഴിഞ്ഞാണ് റെഡ് കളറാകുന്നത്. റെഡ് കളറാകുമ്പോഴാണ് ഇത് കറക്റ്റ് പാകമാവുന്നത്. അപ്പം നമുക്ക് പറിച്ചെടുത്ത് ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാനൊരു പായ വെയിലത്തിട്ടിട്ട് അതിലോട്ടിട്ട് നമുക്ക് നല്ല ഒന്ന് ഉണക്കിയെടുക്കണം. ഞാൻ അതെല്ലാം അരിഞ്ഞത് മൊത്തം അങ്ങനെ അത്ര എണ്ണം ഉണ്ടായിരുന്നെങ്കിലും അരിഞ്ഞു വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. അത് 2-3 ദിവസം വെയിൽ കൊണ്ട് വന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചുരുങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ചുരുങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് 3-4 ഗ്ലാസ് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 3 ശീല് വെച്ച് നമുക്കിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലവണ്ണം ആ വെള്ളം തിളപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ദാഹം തോന്നുമ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ നല്ല രീതിക്ക് കൂടുതലുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ല ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ ശരീരം വേദന, ഫാറ്റ് ലിവർ അതുപോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും